കോലഞ്ചേരി പള്ളിയുടെ 1934 ഭരണഘടന അനുസരിക്കുന്ന ഇടവക ജനങ്ങളെ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ അട്ടിമറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുൻപാകെ നൽകപ്പെട്ടിരിക്കുന്ന രേഖകളൊക്കെയും തോട്ടുമാറ്റിക്കൊണ്ട് ഭരണഘടന അനുശാസിക്കുന്ന അനുശാസനങ്ങൾക്ക് ഒരു നിലയും കൽപ്പിക്കാതെ ഹിതപരിശോധന നടത്തി ഭൂരിപക്ഷം നോക്കി ഇടവക ഭരിക്കുവാൻ നൽകണമെന്നുള്ള പ്രഖ്യാപനവുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ 2007 വികടന വിഭാഗം നൽകിയ കേസുകൾ എല്ലാം തന്നെ തള്ളിക്കൊണ്ട് 2011 ഏപ്രിൽ 16 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് കോലഞ്ചേരി പള്ളി വിധിച്ചു നൽകുകയുണ്ടായി. അമർഷം കൊണ്ട് വേവലാതി പിടിച്ച പുത്തൻകുരിശ് സൊസൈറ്റിയുടെ നേതൃത്വ അധ്യക്ഷൻ തോമസ് പ്രഥമൻ കഴിഞ്ഞ ശനിയാഴ്ച മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സ്വാതന്ത്ര്യത്തിൽ ഭരിക്കപ്പെടുന്ന കോലഞ്ചേരി കുരിശടിയിൽ നടുനാടിൽ അവിടെ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തി. എന്തായിരുന്നു തന്ത്രം? അവിടെ ഒരു സംഘർഷിത മേഖലയാണെന്ന് വരുത്തി തീർക്കുവാൻ, സംഘർഷിത മേഖലയാണെന്ന് വരുത്തി തീർത്തുകൊണ്ടോ അവിടെ ക്രമസമാധാനം ഉറപ്പുവരുത്തുവാൻ തക്കവണ്ണം നിരോധനാജ്ഞ അധികാരികൾ നിന്ന് പുറപ്പെടുവിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച ലണ്ടനോട് ഭദ്രാസനാധിപനാ നിയമിതരായി സഭാ ഭരണഘടന അനുശാസിച്ച് ഭരിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട വികാരി കുർബാനർപ്പിക്കുവാൻ വന്നപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പമുള്ള വിശ്വാസികളെയും പോലീസ് അധികാരികൾ അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ് ഉണ്ടായത്. ഈ ഘട്ടത്തിലാണ് പരിശുദ്ധ സഭയുടെ ഭരണാധ്യക്ഷനും നമ്മുടെ ആത്മീയ ഗുരുവായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് സിറിയൻ കാതോലിക്ക ബാബ ഒരു പ്രഖ്യാപിച്ചുകൊണ്ട് എന്ന് 8 ദിനം പിന്നിട്ടു. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ആരംഭിച്ച ഉപവാസ സഹന സമരം 8ാം ദിവസം പിന്നിട്ടപ്പോഴും കോടതിയിൽ നടപ്പാക്കി തരേണ്ട ഭരണകൂടം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. സുതാര്യതയുടെ വ്യക്തമെന്ന് മുഖം മൂടി ധരിക്കുന്നു എന്ന് ഞാൻ വിശേഷിപ്പിക്കട്ടെ. 24 മണിക്കൂറിൽ എന്റെ ഓഫീസ് പ്രവർത്തന സജ്ജമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച അതിവേഗ ദുരിതം കൊണ്ടിരിക്കുന്ന കേരള മുഖ്യൻ സഭാ നേതാവ് അനുഷ്ഠിക്കുന്ന ഈ സഹന സമരം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഒന്നുകിൽ അദ്ദേഹം നടക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തന്നെയുമല്ല, കോടതി വിധികൾ നടപ്പാക്കി തരുമെന്ന് പ്രേരിതമാക്കിയത് ഈ കേരള ഭരണകൂടത്തിന്റെ നേതൃത്വത്താണ് വഹിക്കുന്ന കേരള മുഖ്യൻ ഉമ്മൻചാണ്ടിയാണ്. നിർജീവ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ കർണാടകത്തിന്റെ ജനങ്ങൾ പ്രാർത്ഥനയാപൂർവം അപേക്ഷിക്കുമ്പോൾ ഇത് കണ്ടില്ല എന്നും അടിച്ചുകൊണ്ട് കേരളത്തിന്റെ റെക്കോർഡും വർക്കൗട്ടും അതിവേഗം ബഹുദൂരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കണ്ണു തുറപ്പിക്കുവാനാണ് ഞങ്ങൾ ഈ പ്രത്യക്ഷ സമരം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കുള്ളത് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടുന്ന ഗാന്ധിജിയുടെ പാതയാണ്. ഈ വൈദേശിക